കുനൂത്തില് റബ്ബി ഗഫിർ വർഹം വഅന്ത ഖൈറുർ റാഹിമീൻ എന്ന് ചൊല്ലണം. അത് സുന്നത്താണ് എന്ന് ഫിഖ്ഹിൻ്റെ പല കിതാബുകളിലുമുണ്ട്. ആ കിതാബിൻ്റെ ഇബാറത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഇതിൽ തന്നെ ഇടും. പിന്നെ അതിന് പുറമെ ഫിഖ്ഹിൻ്റെ കിതാബുകളിലൊക്കെ ഉള്ളതിന് പുറമെ നമ്മുടെ ഉസ്താദുമാരെല്ലാം അത് ചൊല്ലാറുമുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന കുട്ലങ്ങാടി ഉസ്താദ് ബഹുമാനപ്പെട്ടവരുടെ പിറകിൽ വെച്ചിട്ട് ഞാൻ സുബഹിസ്കരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ തളിപ്പറമ്പ് കുവ്വത്തിൽ മുദ്രിസായ സമയത്ത് ഞാൻ ഉസ്താദിൻ്റെ അസിസ്റ്റൻ്റ് മുദ്രിസും അവിടുത്തെ സദറുമായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ പിറകിൽ പല പ്രാവശ്യം ഞാൻ സുബഹിസ്കാരത്തിന് കൂടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ റബ്ബി ഗഫിർ വർഹം വഅന്ത ഖൈറുർ റാഹിമീൻ എന്ന് ചൊല്ലിയിട്ടുണ്ട്. അതിന് ഞാൻ സാക്ഷിയാണ്. ബഹുമാനപ്പെട്ടവർ നാല് മദ്ഹബിലും ഫത്വ കൊടുക്കാൻ സാധിക്കുന്ന ആലിമാണ്. ഷാഫി മദ്ഹബിലെ ഫിഖ്ഹിൻ്റെ കിതാബുകൾ മൂപ്പരുടെ കണ്ണെത്താത്തത് ഉണ്ടാവില്ല. അത്രയധികം തഹ്ഖീഖുള്ള ആളാണ് ബഹുമാനപ്പെട്ട കുട്ലങ്ങാടി ഉസ്താദ്. ശംസുൽ ഉലമയുമായിട്ട് ശരീക്കാണ്. ശംസുൽ ഉലമയായിട്ട് ഇബ്നു അഖീൽ പരസ്പരം ഇബ്നെ ശരീക്കായിക്കൊണ്ട് ശംസുൽ ഉലമക്ക് വായിച്ചു കൊടുത്തിട്ടുണ്ട്. ശംസുൽ ഉലമ ഇങ്ങോട്ടും വായിച്ചു കൊടുത്തിട്ടുണ്ട് ഓതുന്ന സമയത്ത്. അങ്ങനെ പരസ്പരം അത്രയും വലിയ ബന്ധമാണ് ശംസുൽ ഉലമയായിട്ട്. ശംസുൽ ഉലമ തന്നെ ഫിഖ്ഹിൻ്റെ ചില മസ്അലകൾക്ക് ഉസ്താദിൻ്റെ അടുത്ത് അയക്കാറുണ്ട്. ശംസുൽ ഉലമ തളിപ്പറമ്പ് കുവ്വത്തിൽ മുദ്രിസായി മൂപ്പർ അവിടെ നിന്ന് ഒഴിവാകുന്ന സമയത്ത് കൂട്ടിലങ്ങാടി ഉസ്താദിനെയാണ് അവിടെ മുദ്രിസാക്കി നിശ്ചയിച്ചത്. അങ്ങനെ അവിടെ 10 വർഷത്തോളം മൂപ്പർ മുദ്രിസായിട്ടുണ്ടായിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത് മൂപ്പർ വീണ്ടും അവിടെ വന്നപ്പോഴാണ് ഞാൻ മൂപ്പറെ കൂടെ ഉണ്ടായത്. ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ സ്ഥാനം വേണമെങ്കിൽ നമുക്ക് കൂട്ടിലങ്ങാടി ഉസ്താദിന് കൊടുക്കാൻ പറ്റും. ഞാനത് ഉസ്താദിനെ അത്രയധികം മദ്ഹ് ചെയ്ത് പറയുന്നത്, നമുക്ക് നമ്മുടെ കണ്ണിൽ കാണാൻ വേണ്ടി സാധിച്ചത് ഇബ്നു ഹജർ തങ്ങളെയല്ല, കൂട്ടിലങ്ങാടി ഉസ്താദിനെയാണ്. ഫിഖ്ഹിൽ നമുക്ക് അത്രയും ഉസൂക്കായിട്ട് മൂപ്പറെ കാണാൻ സാധിക്കും. മൂപ്പറത് ചൊല്ലിയിട്ടുണ്ട്. ഞാൻ സാധാരണ പറയാണ്ട് എനിക്ക് ഫിഖ്ഹിൻ്റെ കിതാബിനേക്കാൾ എനിക്ക് തെളിവ് ഉസ്താദാണ്. അതിന് പുറമെ ഫിഖ്ഹിൻ്റെ കിതാബുകളുടെ ഇബാറത്തുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അത് ചെല്ലണം, ആരും എഴുതുന്ന മാറി നിൽക്കണ്ട. ഇൻഷാ അല്ലാഹ് കിതാബിൻ്റെ ഇബാറത്ത് ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്തു തരാം. ബിഗയ്യയിൽ പറയുന്ന കേൾക്കുകയും ഇസ്തഹസനൽ ഉലമാഉ സിയാദത്ത വലാ യഇസു മൻ ആദൈത ഫിൽ കുനൂത്തി ഖബല തബാറക്ത ഇലാ ആഖിരിഹി ബൽ ഖാല ഫിൽ ബഹരി ലൗ സാദ ഫീഹി റബ്ബി ഗഫിർ വർഹം വഅന്ത ഖൈറുർ റാഹിമീൻ ഫഹസനുൻ എന്ന് പറയുന്നുണ്ട് ബിഗയ്യയിൽ. അതൊരു ഇബാറത്താണ്. വേറെയും ഫിഖ്ഹിൻ്റെ കിതാബിൻ്റെ ഇബാറത്തുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെയാണ് ബിഗയ്യയിൽ 47-ാമത്തെ പേജിൽ ആ വിഷയം പറയും.